രാവിലെ തന്നെ മക്കളെയും കൂട്ടി എങ്ങോട്ടാണല്ലേ ഇവരെ മദ്രസയിലാക്കിയിട്ട് ഇത് നമ്മൾ ചപ്പാരപ്പട പോവുകയാണ്. എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം റോഡ് ചെറുങ്ങനെ ഒന്ന് ക്ലിയർ ആവാനുണ്ട്, റോഡ് ടെസ്റ്റ്. അപ്പം അതിനു വേണ്ടി പോയതാണ്. വരുമ്പോൾ ഇതാ ചായയും കുടിച്ച് പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോഴാണ് ഇവിടെ കല്ലുമ്മക്കായ് കണ്ടത്. അങ്ങനെ ഇതാ കല്ലുമ്മക്കായ് വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടാ. പിന്നെ തുടങ്ങി എൻ്റെ യുദ്ധം. സമയമാണെങ്കിൽ 7:30 8:30 ആകുമ്പോഴേക്കെല്ലാം റെഡിയാവണം. നെയ്ഹൂനെ എണീപ്പിക്കണം, എന്തൊക്കെയോ പണിയുണ്ട്. അപ്പോൾ ഇതാ ഞാൻ വേഗം നൂൽപുട്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കടല വെള്ളത്തിലിട്ടായിരുന്നു. അപ്പോൾ അത് വേഗം എടുത്ത് കുക്കറിൽ വെച്ച് പിന്നെ ഇതാ നൂൽപുട്ടിനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് അങ്ങനെ ഇതാ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ. എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ ദിവസം എല്ലാം നടക്കുമെന്നുള്ളത്. അതിന് പോരാനിട്ടാണ് 100 കല്ലുമ്മക്കായ് കണ്ടപ്പോൾ വാങ്ങിയത്. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞായിരുന്നു വേണ്ട ഇന്നൊന്നും നടക്കൂലെന്ന്. കാരണം എൻ്റെ പണി ഒന്നും എവിടെ ആയിട്ടില്ല. ഈ 7:30ക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താവാനാ. അങ്ങനെ ഇതാ വേഗം തന്നെ കറി കുക്കറിലായിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ അത് ഒന്ന് കടുകിട്ട് എടുത്തിട്ടാ. ഇനി എന്താ പറയുക, നെയ്ഹുന വിളിക്കണം, നെയ്ഹുന് ഡ്രസ്സ് മാറ്റി കൊടുക്കണം, എന്തൊക്കെയോ പണി കിടക്കുന്നേ ഉള്ളൂ. അങ്ങനെ കറിയും സെറ്റാക്കി നൂൽപുട്ട് ഫസ്റ്റ് ട്രിപ്പ് വെച്ചിട്ട് പിന്നെ ഇതാ നെയ്ഹുന വിളിച്ചു കൊണ്ടുവന്നിട്ടാ. അങ്ങനെ എങ്ങനെയൊക്കെയോ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നാസ്ത കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ലഞ്ച് എടുത്ത് കൊടുക്കായിരുന്നു കേട്ടോ. ലഞ്ചിന് ഞാൻ നൂൽപുട്ടും കടലക്കറിയും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെ നാസ്ത വയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളെ മുടിയൊക്കെ വാരി ഒന്ന് റെഡിയാക്കി എടുത്ത് പിന്നെ ഇതാ നൂറ നാസ്ത കഴിച്ചിട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടാ. അങ്ങനെ സമയം 9:15. പിന്നെ ഞാനിത് വേഗം ലഞ്ചും സ്നാക്സൊക്കെ എടുത്ത് വെച്ച് കൊണ്ടുവിട്ട് വന്നിട്ടാ. വന്നതിന് ശേഷം ഇതെനിക്ക് ഈ ഭാഗത്തേക്ക് വരാൻ തന്നെ തോന്നിയിട്ടില്ല ഈ കിച്ചണിൻ്റെ അവസ്ഥ കണ്ടിട്ട്. അങ്ങനെ ഇത് രണ്ടും കൽപ്പിച്ച് വേഗം പാത്രമൊക്കെ കഴുകിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഈ കല്ലുമ്മക്കായ് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കീനീനെ ബാക്കി പണി അവിടെ ബാക്കിയാവും. പിന്നെ എൻ്റെ സൗണ്ട് ഇതുവരെ തിരിച്ച് വന്നില്ല കേട്ടോ. എനിക്കറിയില്ല എവിടെയാണ് പോയതെന്ന്. ഞാൻ വീട്ടിൽ കൂടുതൽ ഫങ്ഷനല്ലേ, അപ്പം നമ്മൾ ഒന്നിനും ഓവർ സൗണ്ടൊന്നും കൊടുക്കാൻ നിന്നിട്ടില്ല. എത്രയോ കഷ്ടപ്പെട്ടതിന് ശേഷമായിരുന്നു ഒരു നല്ല സൗണ്ട് തിരിച്ച് വന്നത്. ഇപ്പം അത് വീണ്ടും പോയി.